ദിവ്യാൻ്റെ കരച്ചിലും കലാപ്രകടനമൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഒരു സ്ഥലം വരെ പോവാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് പോവാം. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് പറയട്ടെ ഗൈസ്, ഈ വീഡിയോ ഞാൻ വെറുതെ എടുത്തതാണ്. അപ്പോൾ അതിൻ്റെതായ ക്വാളിറ്റി കുറവും എല്ലാം ഉണ്ടാവും. ഓക്കെ, ഒന്ന് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ നിമ്മി. ഗൈസ്, എൻ്റെ സൗണ്ടൊക്കെ നല്ലോണം മാറിയിരിക്കുകയാണ്. എനിക്ക് നല്ല തൊണ്ടവേദന ഉണ്ട്. അപ്പോൾ എൻ്റെ സൗണ്ടൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. ഞാനിപ്പോൾ എവിടെയാണ് പോകുന്നതെന്നുള്ളതിൻ്റെ ഒരു വ്ളോഗാണ് ആക്ച്വലി എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. ഓക്കെ. എനിക്ക് ഒരു കാര്യം പറയാൻ വേണ്ടി പോയി. നമ്മുടെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഇട്ടാ. കാരണം നമ്മൾ ചാനലിൽ എന്താ പറയുന്നത്, ചാനലിൽ കാണുന്ന ആൾക്കാരൊന്നും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. എനിക്ക് ഭയങ്കര വിഷമമുണ്ട് അതിൽ. സോ അത് ഞാൻ അഗെയിൻ പറയാണ്, സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങൾ. നമ്മൾ എവിടേക്കാണ് പോകുന്നതെന്ന്, എന്തിനാ പോകുന്നതെന്നൊക്കെ ഞങ്ങൾ വഴിയെ പറയാം. അപ്പോൾ അതിന് വെയിറ്റ് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ കാണാം. പിന്നെ ഇപ്പോൾ തന്നെ ലൈക്ക്, ഇപ്പോൾ 8 മണി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു സ്ഥലം വരെ പോകാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ KSRTCയിലാണ് പോകുന്നത്, എസ്പെഷ്യലി പ്രിയദർശിനി. അപ്പോൾ നമുക്ക് പൈസ ഒന്നും കൊടുക്കണ്ട, നമ്മൾ നേരത്തെ പോകും. അതായത് 8 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു 9, 9:30, 10 എത്താൻ പറ്റും. ഓക്കെ, അത്രയും ഡിസ്റ്റൻസ് ഉള്ളൊരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. സോ സ്ഥലം വേറെ എവിടെയല്ല, ഏഴിക്കരയാണ്. ഏഴിക്കര എന്ന് പറയുന്നത് ഗ്രാമീണമായ സുന്ദരമായ സ്ഥലമാണ്. സോ അവിടേക്കാണ് പോകുന്നത്. എന്നാലും എൻ്റെ ചുറ്റുമാരൊക്കെ വീട് അവിടെയാണ്. ഹായ്. സോ എൻ്റെ വ്ളോഗ് കണ്ടിട്ട് ടീനു മാം എന്ന് ഹായ് കാണിച്ചു. ഞാൻ തിരിച്ച് ഹായ് കാണിച്ചാണ്. അച്ഛൻ്റെ വീട്ടിൽ, അച്ഛൻ ജോലിക്ക് പോവാണ്. അപ്പോൾ നമുക്ക് ടാറ്റ കൊടുക്കാം. ബൈ ബൈ. അച്ഛന് ടാറ്റ കൊടുത്ത് മാത്രമേ ഓർമ്മയുള്ളൂ. അച്ഛൻ്റെ ഗേറ്റിൻ്റെ അപ്പുറത്ത് കടന്നു പോയി ഗൈസ്. അപ്പോൾ എന്നാലും നമ്മളിപ്പോൾ നേരെ പോകുന്ന ഏഴിക്കരയിലോട്ടാണ്. എന്തിനാണ് പോകുന്നതെന്നല്ലേ, അത് നമുക്ക് വഴി കാണാം. ഓക്കെ ഗൈസ്, ഇവിടെ നല്ല മഴയാണ്. ഞാൻ എന്ത് ചെയ്യുന്നു വിചാരിച്ചിരിക്കുകയാണ്. ബിക്കോസ് ഞാൻ ഇത്രയും നേരം വിചാരിച്ചു നല്ല രീതിയിൽ പോകാൻ പറ്റും. എനിക്ക് ഇഷ്ടമല്ല യാത്ര പോകുന്ന സമയത്തൊക്കെ മഴയൊക്കെ പെയ്യുമ്പോൾ ഭയങ്കര സീനായിരിക്കും. നോക്ക്, നമ്മുടെ വീട്ടിൽ അടിപൊളിയായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പോകുന്ന വഴിയിലൊക്കെ ഇതുപോലെ സ്ഥിതിയാണെങ്കിൽ ചടങ്ങായിരിക്കും. എനിക്ക് ഇഷ്ടമല്ല അങ്ങനെ. ഗൈസ്, ഇവിടെ നല്ല മഴയാണ്. നമ്മൾ പോകുന്നതൊക്കെ എങ്ങനെ ആവും, നമ്മളുടെ പോക്കൊക്കെ എങ്ങനെ ആവും എന്നൊന്നും നമുക്ക് ഒരു പിടിയില്ല. എനിവേസ്, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോവാം. മഴ തോരുന്ന് നോക്കട്ടെ ഗൈസ്. അപ്പം മഴ ഏകദേശം തോർന്നിട്ടൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് പോവാം അല്ലേ? ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പം ഞാൻ KSRTCയിൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് പോകുന്നത്, അതായത് പ്രിയദർശിനി വന്നതിന് ശേഷം. ഓക്കെ, അപ്പോൾ ഞാൻ എന്തിനാണ് പോകുന്നത് ഇതുവരെ പറഞ്ഞില്ല അല്ലേ? ഓക്കെ, ഇനി സർപ്രൈസ് അല്ലെങ്കിൽ സസ്പെൻസ് ആക്കി ഇരിക്കണ്ട. ആക്ച്വലി ഞാനൊരു ഫോട്ടോഷൂട്ടിനാണ് പോകുന്നത്. ദിസ് ഈസ് മൈ ഫസ്റ്റ് ഫോട്ടോഷൂട്ട്. ഓക്കെ, മാത്രമല്ല നമ്മളിപ്പോൾ ഫോട്ടോഷൂട്ട് എടുക്കുന്നത് നമ്മുടെ കസിൻ്റെ വീട്ടിലാണ്. അതായത് എൻ്റെ ചിറ്റയുടെ വീട്ടിലാണ്. എൻ്റെ കുഞ്ഞിക്കിളി, അതായത് എൻ്റെ ചിറ്റയുടെ വീട്ടിലാണ്. ഓക്കെ, അതായത് ചിറ്റയുടെ ഹസ്ബൻഡ് ഫോട്ടോ എടുത്ത് തരാമെന്ന് പറഞ്ഞു എന്നോട്. അപ്പോൾ വൈ നോട്ട്, നമ്മൾ പോയി. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഈ ഫോട്ടോഷൂട്ടിലൊക്കെ ഇങ്ങനെ ലൈക്ക് ഫോട്ടോഷൂട്ട് കൊളാബറേഷൻ ഇങ്ങനെയൊക്കെ ഇൻസ്റ്റയിൽ ഇടാൻ വേണ്ടിയിട്ട് കുറേയൊക്കെ ഞാൻ സെൽഫായിട്ട് ചെയ്യുമായിരുന്നു. എൻ്റെ Instagram ID ഞാനിവിടെ കൊടുക്കാം. I am നിമിത എന്നാണ്. സോ ഫോളോ ചെയ്യാത്തവരൊക്കെ ഒന്ന് ഫോളോ ചെയ്തേക്ക്. പിന്നെ പറ്റുവാണെങ്കിൽ ചാച്ചൻ്റെ, അതായത് ചിറ്റയുടെ ഹസ്ബൻഡിൻ്റെ എന്താണ് ക്യാമറ ലൈക്ക് എന്താ പറയുക, അവരുടെ ഒരു ഷൂട്ടിങ്ങിൻ്റെ പേജിൻ്റെ ഇതും ഞാൻ താഴെ കൊടുക്കാം. ഓക്കെ, എന്താണ് തറമ്മൽ ക്ഷേത്രമാണ്. എന്തായാലും നമുക്ക് ഇവിടെ വെച്ചിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കിട്ടുവാണെങ്കിൽ ഞാനതൊക്കെ ഇവിടെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ വേറെ ആരുമല്ല, ചാച്ചനാണ്, അരുൺ ചാച്ചൻ. ഹായ്, അസിസ്റ്റന്റ്. എന്താണ് കുഞ്ഞിക്കിളി. ഹായ്, ചാച്ചൻ്റെ വൈഫാണ്. ചാച്ചൻ്റെ വൈഫെന്ന് മാത്രമല്ല പറയാം, എൻ്റെ ചിറ്റയാണ് ആക്ച്വലി, എൻ്റെ കുഞ്ഞിക്കിളി എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ അറ്റയർ ഇതായിരുന്നു. അതായത് നമ്മൾ ഫസ്റ്റ് ഇങ്ങനത്തെ ഈ ഒരു വേഷത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ മുടി ഞാൻ അഴിച്ചു കേട്ടോ. ആദ്യം ഞാൻ മുടി മുകളിൽ ഇങ്ങനെ കെട്ടി വെച്ച് ഒരു ഇതാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ദെൻ നമ്മൾ അത് അഴിച്ചു. ക്ഷേത്രത്തിൻ്റെ പുറത്ത് നിന്നിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്തു. പിന്നെന്താ, ലൈറ്റിംഗ് ഒക്കെ ശരിയാവാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസ് പാടത്ത് ചെന്നിട്ട് എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അവിടേക്കാണ് നടക്കുന്നത്. പിന്നെ കുറച്ച് ഇരുന്നിട്ടൊക്കെ ഫോട്ടോസ് എടുക്കണം എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കാം. അപ്പം നോക്കാം. സാധാരണ ഇങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുമ്പോൾ പറയില്ലേ, നമുക്ക് ഇങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ആ ഒരു ക്ലൈമറ്റിൻ്റെ ആ ഒരു ചേഞ്ച് എനിക്ക് സാധാരണ പറയുന്നതിനെക്കാട്ടിലും അപ്പുറം സന്തോഷമാണ് ഉണ്ടായത്. ആക്ച്വലി സാധാരണ ഫോട്ടോഷൂട്ട് എടുക്കുമ്പോൾ മഴ പെയ്യുന്നത് ഇഷ്ടപ്പെടില്ല ചിലർ. പക്ഷേ എൻ്റെ ഫസ്റ്റത്തെ ഫോട്ടോഷൂട്ടാണ്. ബട്ട് ഐ ജസ്റ്റ് ലവ്ഡ് ഇറ്റ്. നമുക്ക് അവിടെ വരെ നടന്നിട്ട് വരാം അല്ലേ? ഓക്കെ, മഴയാണെങ്കിലും അടിപൊളിയായിട്ടുണ്ട്. ലൈക്ക് നല്ലൊരു സീനറി ആയിട്ടുണ്ട് അല്ലേ?
ഓക്കെ, അതെന്താ കാര്യം എന്ന് വെച്ചാൽ ചിറ്റയും ചാച്ചനും ആയതുകൊണ്ട് ഞാൻ വെരി കംഫർട്ടബിൾ വിത്ത് ദം. ആൻഡ് അത് മാത്രമല്ല ക്ലൈമറ്റിൽ നല്ല രസമുണ്ടായിരുന്നു, നല്ല സീനറി കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല പോസും അടിപൊളിയായിട്ട് എനിക്ക് കംഫർട്ടബിൾ ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ അധികം ഇങ്ങനെ ആക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല രീതിയിൽ തന്നെ ഫോട്ടോസ് കിട്ടി, ഔട്ട്പുട്ട് കിട്ടി എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. സോ അത്രേ ഉള്ളൂ. പിന്നെ നിന്നപ്പോൾ മഴ കൂടിയിട്ടു. അപ്പോൾ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അവിടെ ഉള്ളൊരു ചെറിയൊരു ഹട്ട് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി നിന്നിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തു മഴ കുറയാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ കുറച്ച് കൂടി കഴിഞ്ഞപ്പോൾ അന്ന് മഴ നല്ല പോലെ കൂടി. ആക്ച്വലി നമ്മളവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കുറച്ച് നേരം. പിന്നെ ഇതാ ഈ പാടത്ത് ഈ ഒരു അപ്പൂപ്പൻ്റെ വീടുണ്ട്. നമ്മൾ അവിടെ കയറിയിരുന്നു. ആക്ച്വലി അപ്പൂപ്പനെ അറിയാം കേട്ടോ കുഞ്ഞിക്കിളിക്ക് ആക്ച്വലി. അപ്പം ശരിക്കും അറിയാവുന്നതുകൊണ്ട് നമ്മൾ അവിടെ കയറി ഇരുന്നിട്ട് കുറച്ച് നേരമൊക്കെ കഴിഞ്ഞ് മഴയൊക്കെ തോർന്നിട്ടാണ് നമ്മൾ പിന്നെയും ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയത്. അപ്പോഴത്തേനും ഞാൻ നന്നായിട്ട് നനഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ ഗൈസ് അഗെയിൻ നമ്മൾ ഫോട്ടോഷൂട്ടിലേക്ക് കിടക്കുകയാണ്. അതായത് മഴ ഏകദേശം കുറഞ്ഞു, നല്ല രീതിക്ക് ക്ലൈമറ്റ് ആയപ്പോൾ നമ്മൾ ലൊക്കേഷനിലേക്ക് പോവാണ്. സോ ഫസ്റ്റ് ഷൂട്ട് ലൊക്കേഷൻ, നോട്ട് ലൊക്കേഷൻ ആക്ച്വലി നമ്മുടെ അറ്റയർ. ഓക്കെ, സെക്കൻഡ് കോസ്റ്റ്യൂമിൽ നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും 2:20 2:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നല്ല ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് സെക്കൻഡ് ലുക്കിൽ നമ്മൾ പോവാണ് കേട്ടോ ലൊക്കേഷനിലേക്ക്. ഇതാണ് എൻ്റെ സെക്കൻഡ് ലുക്ക്. എങ്ങനെയുണ്ട്? കൊള്ളാം. അപ്പോൾ കമോൺ നമുക്ക് നെക്സ്റ്റ് ലൊക്കേഷനിലോട്ട് പോകാം. നമ്മുടെ സെക്കൻഡ് ലൊക്കേഷൻ ആൻഡ് സെക്കൻഡ് കോസ്റ്റ്യൂം. ലൊക്കേഷൻ ഇതാണ്. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, ഔട്ട്ഫിറ്റ് എങ്ങനെയാണെന്ന്. ആക്ച്വലി ഫോട്ടോസ് ഞാൻ കിട്ടുമ്പോൾ ആഡ് ചെയ്യാം. നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ എന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാം. ഞാനിവിടെ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ID കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ പാടത്ത് പോയിട്ട് പിന്നെയും എടുത്ത ഫോട്ടോ ആണ്. മുടി അയച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്താ സംഭവം എന്ന് വെച്ചാൽ പാടത്ത് പോയപ്പോൾ പിന്നെയും നമുക്ക് മഴ കിട്ടി ഗൈസ്. നമുക്കെന്താ എന്തോ ഒരു രീതിക്ക് മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ നമ്മൾ ഫോട്ടോസ് എല്ലാം കിട്ടിക്കഴിഞ്ഞിട്ടാണ് നമുക്ക് മഴ കിട്ടിയത്. അതുകൊണ്ട് നല്ല സന്തോഷമായി. മഴ എൻജോയ് ചെയ്യാൻ പറ്റി, ഫോട്ടോസും കിട്ടി. അപ്പോൾ ഡബിൾ ഹാപ്പി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. ദിസ് ഈസ് എ ചിന്ന വ്ളോഗ് അബൌട്ട് മൈ ഫോട്ടോഷൂട്ട് ആൻഡ് അബൌട്ട് മൈ ഫസ്റ്റ് ഫോട്ടോഷൂട്ട് മൈ കസിൻ. സോ ഐ എം സോ ഹാപ്പി ആൻഡ് വീഡിയോയും ഫോട്ടോയും നല്ല രീതിയിൽ കിട്ടും തന്നെയാണ് എൻ്റെ വിശ്വാസം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം.